ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ലോഗ്. ബ്ലർ റൈറ്റ് കാണുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റും കിട്ടുമെന്നറിയില്ല. നമുക്ക് ആദ്യം അതൊക്കെ എടുത്തിട്ട് വരാം. കിതപ്പ് ഇപ്പോഴും അറിയില്ല. ബസ് ഞങ്ങൾ നോക്കിയിട്ട് ബസ്സില്ല. ഇതിലേ കൂടെ പോകും. ബസ്സില്ല. അപ്പോൾ ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചു. ട്രെയിനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കൺഫേം ആയിരുന്നില്ല. പിന്നെ കുറച്ചധികം പോകേണ്ടതല്ലേ, അപ്പോൾ ഇങ്ങനെ പോകും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കാം, നമുക്ക് എന്താവുന്ന ടിക്കറ്റൊക്കെ എടുത്തിട്ട് കാണാം കേട്ടോ. തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ചില ടിക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. കിട്ടോ 8 മണിക്കുള്ളൂ. ഇപ്പോൾ ഒരു 6:45 8 മണിക്കുള്ളിൽ रामचंद्रन सेंट्रल रेलवे स्टेशन मंगलापुरम मेल सुपरफास्ट गाड़ी संख्या 12601 पुरच्छी तलेवर डॉक्टर एम.जी. रामचंद्रन सेंट्रल रेलवे स्टेशन मंगलापुरम मेल सुपरफास्ट एक्सप्रेस प्लेटफॉर्म क्रमांक 1 पर आएगी. For the kind attention of passengers, train number 12601 पुरच्छी तलेवर डॉक्टर കിട്ടൊട്ടിക്കാണ് ഗൈസ്. രാവിലെ പോകുന്നോണ്ട് ചായ ഒന്നും കുടിച്ചില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കോഫി കുടിച്ചു. എന്താണ് ഇറച്ചിപ്പത്തിര, മുട്ടപ്പത്തിര, ഇറച്ചിപ്പത്തിന് തന്നെയാണത്. കട്ട്ലേറ്റ് ഉണ്ട്. എന്താ ചിക്കനാ ബീഫാ? ട്രെയിനിലിരുന്ന് കഴിക്കാന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. ഓടി ഓടി തളർന്നു. വിശപ്പും വന്നു. അങ്ങനെ കഴിക്കാണ്. ആണ് ട്രെയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചടപടയായിരുന്നു. ഇങ്ങനെയൊക്കെ കയറി ഇങ്ങനെയൊക്കെ പോന്നു. സീറ്റൊന്നുമില്ല, റിസർവേഷൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് സീറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഉള്ളോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ട. ആരെങ്കിലും വരുമ്പോൾ ഇട്ട് കൊടുക്കുക. ഇനി വരുമ്പോൾ ബുക്ക് ചെയ്തിട്ടൊക്കെ സ്റ്റേഷനിൽ എത്ര പ്രാവശ്യം എണീക്കേണ്ടിരുന്നത് കൗണ്ട് ചെയ്യണം. നോക്കാം നമുക്ക്. IRCTC ഫുഡുണ്ടോ? ഇന്ത്യൻ റെയിൽവേ സിറ്റി ടി എന്താ? തൃശ്ശൂര്. ട്രാൻസ്പോർട്ട്. സി എന്താ? കൊച്ചി. ടി ചായ. കോപ്പി എന്ത് പറഞ്ഞാലും വിശ്വസിച്ചു. ശരിക്കും ഇവിടെ ഇരുന്നില്ല പൊട്ടിക്കണ്ടേ. അതിന്റെ ഗ്ലാസ് ഇപ്പൊ ഇവിടെ കളയാന്നറിയില്ല. ഇതൊരു ബാധ്യതയായിട്ടിരിക്കുന്നു. ഒരാളോട് ചോദിച്ചു ബാഗുണ്ടോ? ബാഗിൽ വെച്ചാളാ. അയാളങ്ങനല്ല ഒരു ബംഗാളിയായിരുന്നു. അപ്പൊ അയാള് പറഞ്ഞ മനസ്സിലായില്ല. ഇച്ചറിഞ്ഞ അയാള് ബാഗിൽ വെക്കാൻ പറഞ്ഞു. ശരിക്കും ബാഗിൽ വെക്കാനല്ല പറഞ്ഞ. ആള് പറഞ്ഞത് ശരിക്കും ഇപ്പൊ തൃശ്ശൂരത്തുണ്ടോ? ചക്ക കയറിയപ്പോ തൊട്ട് തൃശ്ശൂരിനെ കുറ്റം പറയുന്നതാണ്. എനിക്കത് സെറ്റ് കൊടുക്കാൻ പറ്റില്ല. അല്ല,
തൃശ്ശൂർ ഇഷ്ടമില്ല. സാംസ്കാരിക നഗരമല്ലേ അതിനെ കുറ്റം കുറ്റം പറയാം. കണ്ട ക്യാമറ ഓൺ ആക്കി പണിച്ചത് പറയണത് ഇത്ര നേരം തൃശ്ശൂരിനെ കുറ്റം പറയാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നു. തൃശ്ശൂരിലുള്ള ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ വേറെ തൃശ്ശൂർ സമ്പന്നമാണ്. അമ്മായി കൈ പിന്നെ ഇത് തണുക്കൂലേ. അതെ അതെ കരുതലാണ് ഇവിടെ മെയിൻ. ഇയാളാണ് തോന്നുന്നത് ഇവരോട് ബാഗിലിടാൻ പറഞ്ഞത്. നല്ല ഉറപ്പുറങ്ങി യാത്രയിൽ ഉറങ്ങാൻ ഷവർമ്മത്തിൻ്റെ മസാല തീറ്റൊന്നും കഴിഞ്ഞു വന്നു. ചേട്ടൻ പോകുമ്പത്തിനും ഇനി വാങ്ങാലോ മിനിമം നമ്മുടെ IRCTCൻ്റെ വട. ചത്ത് 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 എവിടെത്തി? ചങ്ങനാശ്ശേരി കഴിഞ്ഞു. ഇന്നത്തെ ബോർഡ് കണ്ടിരുന്നു. ചങ്ങനാശ്ശേരി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇനി അടുത്ത പ്ലാൻ ഒന്നും അറിയില്ല. ഞങ്ങൾ അതെ തിരിച്ച് ടിക്കറ്റ് എടുക്കണം. ഭയങ്കര സീനാണ്. ഞങ്ങൾ ആദ്യം ടിക്കറ്റ് എടുക്കട്ടെ. അത് ഭയങ്കര സീനാണെന്ന് പറയാൻ കാരണേ ഞങ്ങളിപ്പോൾ പ്രാവശ്യം വന്നപ്പോൾ ടിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് സ്റ്റേഷൻ മാസ്റ്റർ കണ്ടപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും അവിടെ കയറി ബോഗിയിൽ കയറിയിട്ട് അവിടുന്ന് ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിവുള്ളതിനനുസരിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പ്രാവശ്യം മാറി ഞങ്ങൾ കോട്ടയം വരെ ഇരുന്നല്ലേ. കോട്ടയം വരെ ഇരുന്ന് മലപ്പുറത്ത് നിന്ന് തിരിയിരുന്നു കേട്ടോ. എന്നിട്ട് കോട്ടയത്ത് വന്നിട്ട് പിന്നെ വേറൊരു സീറ്റിൽ മാറി കയറിയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, സീറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ടിക്കറ്റ് എടുക്കണ പോലെ ആയില്ലല്ലോ. അല്ല ടിക്കറ്റ് എടുക്കണ പോലെ അങ്ങനല്ല, അതായത് ടിക്കറ്റിന് ഡബിൾ ചാർജ് കൊടുത്തിട്ടാണ് എടുത്ത് പോകുന്നത്. അപ്പോ അങ്ങനെ അപ്പൊ ലേറ്റ് ആയി, അതാ പ്രശ്നമായി. ആദ്യം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യം ടിക്കറ്റ് എടുത്തിട്ട് വേണം ബാക്കി പരിപാടികൾ നോക്കാൻ. നമ്മളിങ്ങനെ കൊല്ലത്തുനിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ജവാന് സ്വീകരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ കേട്ടോ. 32 വർഷത്തെ സേവനം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നൊരു ജവാനാണ്. ഇത് റിട്ടേണുള്ള ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താണ് പറയണതെന്നൊന്നും അറിയില്ല. കിട്ടാവോ? ഉണ്ടോ? 4:45 ട്രെയിന് ടിക്കറ്റ് ഉണ്ട്, റിസർവേഷൻ ആണ്. അപ്പോൾ എഴുതി കൊടുത്തോളാൻ പറഞ്ഞിട്ട് പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇച്ചാക്ക്. ആ പെന്നുണ്ട്. അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് എൻ്റെ മോനെ ഇങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അല്ല സാധാരണ കൊല്ലത്തിനെ പറ്റി എങ്ങനെയാണ് പറയാറുള്ളത്. കൊല്ലത്തെ എവിടെ പോയാലും തന്നെ കാണാന്ന് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്യൂ നിൽക്കണോടത്ത് അവിടെ ഇരിക്കുന്ന ടിക്കറ്റ് കൊടുക്കുന്ന ആളുണ്ടല്ലോ, ഫുൾ ഫയർ. ദേഷ്യം കൊണ്ട് ദേഷ്യം, ഇങ്ങനെ ഒരു ദേഷ്യം ചെറിയ ആ ഒരു ചേച്ചിനൊക്കെ എന്തൊക്കെയാണെന്നാ പറഞ്ഞത്. അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ പറയണ കേൾക്കുമ്പോ എന്തോ ഒരു
ഞാൻ വിചാരിച്ച് ഞാൻ എഴുതി കൊടുത്തത് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമോയെന്ന് വിചാരിച്ചു. അയാൾ ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ലട്ടോ. ഞങ്ങൾക്ക് ആ ടൈമിന് ഇതില്ല, ട്രെയിൻ ഇല്ല, അപ്പോൾ ഈ ടൈമിനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞന്ന്. ഞങ്ങൾക്ക് മുന്നിലുള്ളൊരു 3 പേരൊക്കെ അയാൾ നല്ല ചീത്ത പറയുന്നത്. അങ്ങനെ ടിക്കറ്റ് കിട്ടി. നീ വന്ന കാര്യത്തിൽ എന്താന്ന് നോക്കട്ടെ. ഞങ്ങൾ ഫോണ് കയറി. ഞങ്ങൾ അവിടേക്ക് പോരുമ്പോൾ നല്ല മഴയായിരുന്നു. അന്നപ്പോ ചൂട് ഇഷ്ടമാണ്. ട്രെയിനൊക്കെ പകുതി മഴ നേരെ എറണാകുളം വരെ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ഫുള്ള് ചൂടായിരുന്നു. ഞങ്ങൾ കൊല്ലത്തെ കാര്യം പറയാറുണ്ട്. നിശ്ചയ ചോദിക്കണ കൊല്ലം ഇഷ്ടമായി വന്നു. കൊല്ലം വന്നപ്പോ തൊട്ട് എല്ലാം കൈവെള്ളയിൽ പോലെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ എല്ലാം അടുത്തടുത്താണ്. നമുക്കൊരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാം അടുത്തടുത്തായിട്ടാണ് തോന്നണത്. നമുക്കങ്ങനെ കൂടുതലൊന്നും പോയിട്ടൊന്നുമില്ലല്ലോ, പക്ഷെ അങ്ങനെയാണ് തോന്നണത്. പക്ഷെ ഈ എന്തു ഇവിടുത്തെ ആൾക്കാരൊക്കെ എല്ലാം വരുന്ന പോലെയാണ് സംസാരിക്കുന്നതായാലും. അത് ഒരാളെങ്കിൽ വെച്ചാൽ നമുക്ക് ഓക്കെ അയാളെങ്ങനെ ആയിരിക്കും വിചാരിക്കാം. ഇത് നമ്മ കാണുന്നത് നമ്മളെ പരിസരത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരായിരിക്കും. നമ്മളോട് വർത്താനം പറയണല്ലോ കേട്ടോ. പുറത്തുള്ളവരോട് വർത്താനം പറയുമ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ. ഞാൻ വിചാരിച്ചു ഇപ്പം നമ്മ ചോദിക്കണേ എൻ്റെ കുറ്റാണോ, അതല്ല. അങ്ങനെയുള്ള ആൾക്കാർ ലാസ്റ്റത്തെ ഒരു ടീമിനെ കണ്ട അവരായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് അതെ പോണ്. ട്രെയിൻ വന്നിട്ടുണ്ട്. പിന്നെ സ്ലീപ്പർ അന്വേഷിച്ച് നടക്കണം കേട്ടോ. S5 ആ നമ്മളെത്തി. ടിക്കറ്റ് നമ്പർ നോക്കി. ആ S5 ഇതിൽ കൂടെ കയറാം. ഞാൻ വീഴോ? നമ്മളത് S5 അത് 47 4 അല്ല അങ്ങോട്ടാ കിട്ടിട്ടാ. സീറ്റ് കിട്ടി, സെറ്റായി. ഞാൻ തിരിച്ചു പോകാം. ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാം. എന്തായാലും വയ്യാണ് അവിടെ ഇറക്കി തരായിരിക്കും അല്ലേ. മിനിമം ചാർജ് കൊടുക്കാം നമുക്ക്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല ക്ലീനിങ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പുറത്തുനിന്ന് നോക്കുമ്പോഴും നല്ല ഭംഗിയുള്ള ഭയങ്കര ചെറിയൊരു ബോഗി തന്നെ കുറെ സീറ്റും കാര്യങ്ങളും. വിചാരിച്ച് ഞാൻ ഫോട്ടോ എടുത്ത് തരുന്നോ? അല്ലേ ഞാൻ വീഡിയോ എടുക്കണേ. ചേട്ടന് അവിടെ ക്ലിയർ ഉണ്ടാവില്ല. നല്ല ക്ലിയർ ഉണ്ട്. നല്ല സ്പീഡിൽ പോണുണ്ട്. ഇനി എവിടെയെങ്കിലും നിർത്തിയിട്ടായിരിക്കും എനിക്ക് തോന്നണത്. മസാല മഴ ഉണ്ട് കേട്ടോ. മഴയും മസാല കപ്പിലുണ്ട്.
കഴിക്കണം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് തിരൂരെത്തി. കുറച്ചേരം കിടന്നുറങ്ങി. മാറി മാറി നല്ല സുഖമുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഉറക്കത്തിൻ്റെ അങ്ങനെ ക്ഷീണമൊന്നുമില്ല. ഇനി വീട്ടിൽ പോകണം. ഇനി ഇവിടെ നിന്ന് ബൈക്കിന് വീട്ടിലേക്ക് എത്തണം. വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ വന്നപ്പോ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറക്കത്തിലാണ്. അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.